ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് കാരമൽ സേമിയ പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സേമിയാണ് എടുത്തിട്ടുള്ളത്. സാധാ നോർമൽ സേമിയത്തിനെക്കാട്ടും കുറച്ചും കൂടെ തിന്നായിട്ടുള്ള സേമിയാണ്. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, നല്ല തിന്നായിട്ടുള്ള സേമിയാണ്. അപ്പോൾ ഈ ഒരു സേമിയ വെച്ചിട്ട് തന്നെയാണ് ഞാൻ നമ്മുടെ കുനാഫ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മളെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കുക. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ കേട്ടോ. നമ്മുടെ കുനാഫോഡോ ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് അതേ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുനാഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സേമി ഞാൻ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല കുറച്ച് നീളത്തിലല്ലാതെ ജസ്റ്റ് എന്താ പറയുക, ഒരു നമ്മുടെ പായസത്തിലൊക്കെ ഉള്ള പോലെ തന്നെ കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കിയാണ് പൊടിച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വറുത്തിട്ടുള്ള സേമിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് ഒന്നും കൂടെ ഞാൻ നെയ്യിലൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സേമിയ ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്ട് ജസ്റ്റ് ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നല്ലോണം കളറ് മാറൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ആ നെയ്യൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുത്താൽ മതി. 2-3 മിനിറ്റ് കേട്ടോ. അങ്ങനെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്ന പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടാണ് ഈ ഒരു സേമിയ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കാരമൽ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്ത് വരുമ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ ഒരു കരിഞ്ഞൊരു ടേസ്റ്റ് വരും കേട്ടോ. അപ്പം നല്ലോണം ഒന്ന് കരിയാൻ നിൽക്കാതെ തന്നെ അതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ചതിന് ശേഷം മാത്രം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം പാലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വറുത്ത് മാറ്റി വെച്ചേക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര ചേർക്കുമ്പം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മാത്രം 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് കൂടിയും ചേർത്ത് കൊടുക്കുക. കാരമലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പായസം ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ കളറിലും നല്ല ചേഞ്ച് ഉണ്ടാവും കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ നന്നായിട്ട് കൈയെടുക്കാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ പായസം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുക്കായി വരാനുണ്ട് കേട്ടോ. 2-3 മിനിറ്റും കൂടെ ഒന്നും കൂടെ ഇളക്കുമ്പോൾ അത് നന്നായിട്ട് കുക്കായി കിട്ടും. ഈ ഒരു സമയത്ത് നമ്മളതിൽ മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ കാരമൽ സേമിയ പായസം കൊണ്ട് റെഡി ആക്കണം കേട്ടോ. അങ്ങനെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഞാനിപ്പോൾ ഒരു വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് സേവ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചെടുത്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്നിട്ട് കൊടുത്തിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുക. നെയ്യോടൊക്കെ തന്നെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കാരമൽ സേമിയ പായസം കൊണ്ട് റെഡി ആക്കണം. നമ്മൾ പെരുന്നാൾക്കും അല്ലാതെ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനും അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇത്ര സേമിയ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളതിനനുസരിച്ച് സേമിയ ആക്കിയെടുക്കാം. ചിലർക്ക് ലൂസായിട്ട് അയക്കാരം വേണ്ടി വരിക, അല്ലാതെ കുറച്ച് തിക്കായിട്ട് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. അപ്പം അങ്ങനെ ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.